എത്ര പെട്ടെന്നാണല്ലേ 2024 നിന്ന് 2025 നമ്മൾ കടന്നുപോയത്. ചുറ്റും എന്തെല്ലാം മാറ്റങ്ങൾ, പുതിയ മുഖങ്ങൾ, പുതിയ വർഷം, പുതിയ പുതുപുത്തൻ സാങ്കേതിക വിദ്യകൾ. എന്നാൽ മാറേണ്ടതെല്ലാം നമുക്ക് ചുറ്റും മാറുന്നുണ്ടോ? ജസ്റ്റ് തിങ്കിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് ചട്ടത്തുമല. നമുക്ക് പരിശോധിക്കാം നമ്മുടെ ചുറ്റും ഈ വർഷങ്ങളിൽ മാറിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന്. ഒരു നാട്ടിലെ പുരോഗതി രേഖപ്പെടുത്തുന്നത് ആ നാട്ടിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം കഴിഞ്ഞ 10 വർഷത്തിനകത്ത് എന്തുമാത്രം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് നോക്കിയാലോ. നമ്മുടെ കേരളത്തിന്റെ പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ 2016 മുതൽ 2024 നവംബർ വരെ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാടിന് ഇതെന്തൊരു മാറ്റമാണെന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ വിളിച്ച് തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതുള്ളതാണോ? നമുക്ക് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് പരിശോധിച്ചാലോ. റേപ്പ് കേസുകൾ എടുക്കുമ്പോൾ 2016 1600 കൂടുതൽ കേസുകൾ ഉണ്ടായിരുന്നു. 2023 എത്തി നിൽക്കുമ്പോൾ അത് 2500 കൂടുതലും 2024 നവംബറിൽ എത്തി നിൽക്കുമ്പോൾ അത് 2636 കേസുകളുമാണ് വന്നിരിക്കുന്നത്. എന്താ ഒരു മാറ്റം. മൊളസ്റ്റേഷൻ എടുക്കുമ്പോൾ 2016 4029 ആയിരുന്നെങ്കിൽ 2023 അത് 4800 കൂടുതലും 2024 നവംബർ വരെ അത് 3949 വരെയാണ് എത്തി നിൽക്കുന്നത്. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയ കേസുകൾ മാത്രമെടുത്താൽ 2016 166ഉം 2024 നവംബർ വരെ അത് 111ഉമാണ്. സ്ത്രീ പീഡന മരണങ്ങൾ എടുത്താൽ 2016 25ഉം 2023 അത് 8ഉം 2024 3ഉമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ തോന്നും. എന്നാൽ ഇതുകൂടെ കേൾക്കണം. ഗാർഹിക പീഡനം, അതായത് ഭർത്താവിന് ബന്ധുക്കളോ പീഡിപ്പിച്ച സ്ത്രീകളുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ എടുത്താൽ 2016 അത് 3455 ആണെങ്കിൽ 2023 അത് 4800-ലധികമാണ്. 2024 നവംബർ വരെ അത് 4100-ലധികവുമായിട്ടുണ്ട്. അതായത് മരണങ്ങൾ കുറവാണെന്നേ ഉള്ളൂ, പീഡനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഈ കണക്കുകൾ കൂടുകയല്ലാതെ കുറയുകയുമില്ല. ഇങ്ങനെ കണക്കുകൾ നീണ്ടു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട കേരളമേ, എന്തൊരു പുരോഗതിയാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്, എന്തൊരു മാറ്റമാണ് കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. ആകെ മൊത്തം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണങ്ങളുടെ കണക്കുകൾ എടുക്കുമ്പോൾ 2016 അത് 15000-ൽ കൂടുതലും 2023 അത് 18000-ൽ കൂടുതലും 2024 നവംബറിൽ ഇതുവരെ അത് 17000-ൽ കൂടുതലുമാണ്. എന്റെ ദൈവത്തിന്റെ സ്വന്തം നാടിനോടാണ്, ഈ നാട്ടിലെ ജനങ്ങളോടാണ്, ഈ നാട്ടിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളോടാണ്. ഈ നാട്ടിൽ എത്ര വലിയ പാലങ്ങൾ കൊണ്ടുവന്നാലും, എത്ര നീളത്തിൽ റോഡുകൾ പണിതാലും, എത്ര വലിയ പദ്ധതികൾ കൊണ്ടുവന്നാലും ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നമ്മൾക്ക് സംരക്ഷണവും ബഹുമാനവും സുരക്ഷിതവും കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പരാജയമാണ്, വലിയ പരാജയമാണ്.